ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ടീംസ്. സമയം ഇപ്പോ 2:30 ആ ഉറക്കപ്പിച്ചിരിക്കുന്നോണ്ടാണ് ഇൻട്രോ പോലും നേരെ പറയാത്ത മറന്നുപോയി. അയ്യടാ, ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഇന്ന് ഒരു ഷൂട്ടിന് പോവാണ്. നമ്മളല്ല, അവള്. ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് അശ്വതി പാർലറിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പം അവിടെ നിന്ന് നമ്മൾ ഒരു ഷൂട്ടിന് പോവാണ്. അമ്പൂരിയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ 5:30 നമ്മൾ ഷൂട്ടൊക്കെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് ചെറുതായിട്ട് ഉറക്കപ്പിച്ച് മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അമ്പൂരിയിലോട്ട് പോകണം. അപ്പം അതിന് വേണ്ടി നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ റെഡിയായി ഷൂട്ടിലോട്ട് പോവാം. ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇംതിയാസ് ചേട്ടനും നിഷാദാട്ടനും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പുതിയൊരു സംരംഭത്തിനെ പറ്റിയിട്ടാണ്. ഇല്ല, അത് ഞാൻ വഴിയെ പറഞ്ഞോളാം, ഇപ്പം ഇത്തിരി സമയമില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മളിതാ അശ്വതി പാർലറിലോട്ട് പോവാണ്. ഇത് ആക്ച്വലി ഐഷുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് ആ ദിവസം തന്നെയായിരുന്നു നമുക്ക് ഷൂട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു രാത്രി 10 മണിയൊക്കെ ആയിട്ടാണ് എത്തിയത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് 2 മണിയായപ്പോഴത്തേക്കും ഷൂട്ടിന് മേക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഷൂട്ടിന് വരുന്നതിന് മുന്നേ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ജ്വല്ലറിയൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പം വിനിത ചേച്ചി ഉണ്ടായിരുന്നു. നമ്മൾ അശോപ്ലാസിൽ പോയിട്ട് ചേച്ചിയുടെ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഇതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് കോസ്റ്റ്യൂം തന്നേക്കുന്ന മെഹക്ക് എന്ന് പറഞ്ഞ ബൊട്ടീക്കാണ്. അപ്പോൾ അവിടെ ട്രയലിന് പോയ വിഷ്വൽസ് ആട്ടോ ഇത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പം അതിന് മുന്നേ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം, ബ്ലോ ഡ്രൈ ചെയ്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസൊക്കെ സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് സ്ലീക്ക് ലുക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സിനേക്കാളും സ്ലീക്ക് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീക്ക് ലുക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ഓൾറെഡി ഐ മേക്കപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് എല്ലാം ചേച്ചിയുടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും. നമ്മൾ മുഖം കൊടുത്താൽ മതി. ചേച്ചി കറക്റ്റായിട്ട് ചെയ്തു. എൻ്റെത് ശരിക്കും പറഞ്ഞാൽ സ്കിൻ ടോണിനനുസരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചെയ്യുന്ന മേക്കപ്പ്. ഏത് മേക്കപ്പ് വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി അതുപോലെ കറക്റ്റാക്കി ചെയ്തു തരും. അപ്പം അങ്ങനെ നമ്മൾ ഹെയർ മറ്റേ ചേച്ചി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വിനിത ചേച്ചി ഫേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കും. അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് മുന്നത്തെ ഷൂട്ടിൻ്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചേച്ചി ഇങ്ങനെ പറയും, നീ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ചെയ്തത് മെഹക്കാണ്. കേശാവസരത്തുള്ള മെഹക്കാണ്. അതിൽ സൂചിച്ചാണ് എനിക്കെല്ലാം സെറ്റാക്കി തന്നത്. ഒരു റെഡ് ആൻഡ് ഗോൾഡ്, ഒരു ലൈറ്റ് പിങ്ക്, എല്ലാം കൂടെ ഒരു മിക്സ് സംഭവം. മേക്കപ്പ് കണ്ടു, ഒരു സ്ലീക്ക് ലുക്കാണ് കേട്ടോ നമ്മളത് ട്രൈ ചെയ്യുന്നത്. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും സെറ്റാകും എന്നാണ് വിശ്വാസം. ഇനി ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോകുന്നതും ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസ് ഇതിനകത്ത് ആഡ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. മാലയും കമ്മലൊക്കെ ഇട്ട് എന്നിട്ട് ചേച്ചി കണ്ണിൻ്റെ താഴെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഫൈനൽ ടച്ചപ്പ് ചെയ്യുമല്ലോ, ആ സംഭവങ്ങളൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചുകൂടെ ഇതാക്കി. ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞ സ്ലീക്ക് ലുക്കൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? റോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ലുക്ക്.
ഞാൻ ഇങ്ങനത്തെ ഒരു ലുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത വരുന്ന വീഡിയോയിൽ ഓരോരോ ഡ്രസ്സിൻ്റെതും മേക്കപ്പും ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണൊക്കെ ആണെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ സ്ലീക്ക് ലുക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അതുപോലെ തന്നെ ചെയ്തുതരും. അതിൻ്റെ കൂടെ മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും എന്നുവെച്ചാൽ ഭയങ്കര ഹെവിയോ ആക്കിയില്ല, എന്നാൽ ഭയങ്കര ലൈറ്റും ആക്കിയില്ല. അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു മേക്കപ്പൊക്കെ ചെയ്ത് ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെയും സെറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മൾ 2 രീതിക്ക് ഷോൾ ഇടുന്നുണ്ടായിരുന്നു, തലയിലും അതുപോലെ തന്നെ കയ്യിലും ഇടുന്ന രീതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്നെ നിശാന്തേട്ടൻ വിളിക്കാൻ വന്നു. അപ്പം നിശാന്തേട്ടനും നമ്മൾ പോകുന്ന വഴിക്ക് ഇംതിയാസ് ചേട്ടനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പം അങ്ങനെ ഞങ്ങളിതാ അമ്പൂരിലോട്ട് പോവാം. അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ. ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. നല്ല പിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട് നമുക്ക് അവിടെ പോയി എടുത്തപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി. എനിക്കൊരു സ്ട്രൈറ്റ് തരോ? കറക്റ്റ് സ്ട്രൈറ്റ്. ഇവിടെ ഐബിൾ കൊടുക്കും. ചാടട്ടെ. കോസ്റ്റ്യൂം തന്നെയല്ലേ? ചേട്ടാ ഇങ്ങനെയാന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നു. സൂപ്പർമാനായിരുന്നു. ആരും എത്ര വലിയ സാധനം അവിടെ മതി ചേട്ടാ. ആണോ? ലൈറ്റ് കൊടുക്കാം. ലൈറ്റ് പിടിച്ചോ, ലൈറ്റ് പറന്നു പോയല്ലേ. എന്തോ ടാറ്റ തന്നേന്ന്. എല്ലാം ഓക്കെ സെറ്റ്. കട്ടായി. അതെ അതെ അതല്ല, ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് മാസമായിട്ട് ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് നേരെ നോക്കുമ്പോൾ ചേട്ടൻ വലിച്ചോണ്ട് പോകുന്നു.
എങ്ങനെയുണ്ട്? കാണരുത്. ഓക്കെ റെഡി. ആ ഇപ്പം അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും ടാറ്റ ബൈ 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 പറഞ്ഞു പോകാൻ പോവാണ്. നിങ്ങളിപ്പോൾ കണ്ടത് F.Adന്റെ ഫോട്ടോഷൂട്ടിന്റെ ഒരു ബിഹൈൻഡ് സീൻസ് ഒക്കെയാണ് കണ്ടത്. കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അടിപൊളി ഷൂട്ടായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. വണ്ടികൾ പോകുന്നത് ഭയങ്കര സൗണ്ടൊക്കെ അറിയും കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ F.Adനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ കൂടുതൽ